ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് പ്രാക്ടീസ് സാരി ഉടുക്കാം അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ ഇതുപോലെ ഒരു നാട എടുക്കണം. നാട നമ്മുടെ ഇടുപ്പിൽ നല്ല ടൈറ്റ് ആക്കി കെട്ടണം. ഒരുപാട് ലൂസായി പോകരുത്, നല്ല ടൈറ്റ് ആക്കി തന്നെ കെട്ടണം. അതിനുശേഷം സാരിയുടെ ഈ അറ്റം നമ്മൾ ഈ നാടയിലോട്ട് കയറ്റി വെക്കണം. അപ്പം നമുക്ക് ഒരുപാട് ഇറക്കം വേണ്ട, ഏകദേശം മുട്ടിൻ്റെ അത്ര ഇറക്കം മതി. പ്രാക്ടീസ് സാരി ഉടുക്കുമ്പം നമ്മൾ സാധാ നോർമൽ സാരി ഉടുക്കുമ്പോൾ അത്ര ലെങ്ത്തിലല്ല ഉടുക്കുന്നത്, നമ്മുടെ മുട്ടിൻ്റെ അത്ര ഭാഗം മതിയാകും ഇറക്കം. അപ്പം ഇതിങ്ങനെ കയറ്റി വെക്കുക. അറൗണ്ടിന് ബാക്കിലൂടെയൊക്കെ ചുറ്റി ബാക്കിലും ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഇതുപോലെ കയറ്റി വയ്ക്കണം. അതിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണോ ലെങ്ത് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിവിടെ ലെങ്ത് ഒരുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരേ ഇറക്കം തന്നെയാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ എല്ലാ വശവും നല്ലതുപോലെ അകത്താക്കി വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളിക്കുമ്പോഴത്തേക്ക് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് എല്ലായിടവും നല്ല ക്ലിയർ ആയിട്ട് ചുളിവൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം ഏകദേശം എല്ലായിടം എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്, ചുളിയൊക്കെ മാറി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാരിയുടെ തുമ്പ്, സാരിയുടെ മുന്താണി എടുത്തിട്ട് അവിടെ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ട് ചുറ്റിച്ചെടുക്കുക. ഒരു റൗണ്ട് കൂടി നമ്മൾ ചുറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ കറക്റ്റ് ആണോ കിടക്കുന്നതെന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് അടിവശമായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് സാരിയുടെ തുമ്പാണിയുടെ പ്ലേറ്റ് പിടിക്കാം. ഇതുപോലെ ഓരോരോ പ്ലേറ്റ് ഒരു ലെയറാക്കി എടുക്കുക. ഇത് ഞാൻ സ്ലോ ആയിട്ട് കാണിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. സ്പീഡാക്കി കാണിച്ചാൽ ചിലപ്പോൾ അറിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ട് കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇനി പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലൊരു പിന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ഊരിപ്പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. പ്ലേറ്റ് എല്ലാം ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് അതുപോലെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചുറ്റി അല്ലെങ്കിൽ തിരിച്ചൊക്കെ വെക്കുന്ന സമയത്ത് പ്ലേറ്റ് പലതും ഒന്ന് ചെറുതും ഒന്ന് വലുതൊക്കെ ആയി പോകും. അപ്പം അതുകൊണ്ട് പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും.
അപ്പം ബാക്കിലോട്ട് ഇടുന്ന തുമ്പിന് നല്ല കുറച്ചുകൂടി നല്ല ഇറക്കം വേണം കേട്ടോ. കാര്യം നമുക്കിത് രണ്ട് ചുറ്റി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ഇറക്കത്തിൽ വേണം ബാക്കിലത്തെ പ്ലേറ്റ് ഇടാൻ. അതും ഏകദേശം താഴെ തട്ടി നിൽക്കുന്ന രീതിയിൽ ആക്കി ഇടണം കേട്ടോ. ഞാനിപ്പോ വീണേനെ ഇനി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ദാ ഇവിടെ ഒരു പിൻ ചെയ്യണം. ബ്ലൗസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വേണം പിൻ ചെയ്യാൻ. അപ്പം അത് അവിടെ തന്നെ ഇരിക്കും, എങ്ങോട്ടും പോകത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാലും അത് അവിടെ തന്നെ സ്റ്റക്കായങ്ങിരുന്നോളൂ. ഇനി ഇതുപോലെ കറക്റ്റ് ആണോ എന്ന് പിടിച്ചു നോക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന വഴിക്ക് ചിലപ്പം താഴെ വശമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് അത് കറക്റ്റ് ആണോ എന്നൊന്ന് പിടിച്ചു നോക്കണം. പിന്നെ ഇവിടുത്തെ പ്ലേറ്റ് എല്ലാം ഒരേ ഓർഡറിന് അടുക്കി വെച്ചിട്ട് ഈ ഭാഗം ഇതുപോലെ മുകളിലോട്ട് ആക്കി ഈ ഭാഗം മുകളിലോട്ട് ആക്കിയിട്ട് അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ ബ്ലൗസിൽ അവിടെ ഒരു പിൻ കൊടുക്കണം കേട്ടോ. കാര്യം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങും ഒരു ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും ഒരു പിൻ ചെയ്യാം. ഇനി നമുക്ക് സാരിയുടെ താഴത്തെ പ്ലീറ്റ് എടുക്കാം കേട്ടോ. അപ്പം അതിന് മുമ്പേ ഇവിടേക്ക് കറക്റ്റ് ആണോ ലെവലാണോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, എല്ലാം ചളകുളമാവും. അതുകൊണ്ട് ആദ്യമേ അതൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് പ്ലീറ്റ് പിടിച്ചു തുടങ്ങുക. ഓരോ ലെയറാക്കി കറക്റ്റാണ് പ്ലീറ്റ് വെക്കുന്നത് എന്നുള്ളത് നോക്കുക. ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒന്നും ആയിപ്പോവാത്ത രീതിയിൽ കറക്റ്റാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ പ്ലീറ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെയും ഒരു പിൻ കൊടുക്കാം. കാര്യം ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ പിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ കയ്യിലെത്തിയോ അല്ലാതെയൊന്നും അത് മാറിപ്പോകത്തില്ല. കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. നമുക്കത് പിന്നെയും എടുത്ത് ഒന്നേന്ന് പ്ലീറ്റ് എടുക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി ലെയറൊക്കെ വച്ചിട്ട് ഇതുപോലെ അകത്തോട്ട് കയറ്റി വെക്കുക, സാരിയുടെ അകത്തോട്ട് കയറ്റി വെക്കുക. ഇപ്പം നമ്മുടെ താഴത്തെ പ്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കിയൊക്കെ വെക്കുക കേട്ടോ. ചുളിവുകളോ അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ കറക്റ്റാക്കി വെക്കുക. അത് നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങൾ തനിയെ ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഈസിയാണ്, സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, എന്നാലും വളരെ ഈസിയാണ്. ഇത് 1-2 തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തുമ്പിൽ ബാക്കിലത്തെ പ്ലേറ്റിൽ തുമ്പിൽ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കാര്യം അത് ചുറ്റി വെക്കാനുള്ളതായതുകൊണ്ട് ചിലപ്പോൾ ചുറ്റി വരുമ്പോഴത്തേക്കും ഒരു ഭാഗത്തത് കിട്ടില്ല, ഒരു ഭാഗത്തത് കിട്ടും, അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് അവിടെ നമുക്കൊരു പിൻ കൊടുക്കാം. ഇനി ഈ ഭാഗം, ഈ തുമ്പ് നമുക്കിങ്ങനെ റൗണ്ടിന് ചുറ്റിച്ച് എടുക്കണം കേട്ടോ.
ചുറ്റി എടുക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റാക്കി വേണം വെക്കാനായിട്ട്. നമ്മുടെ ഇടുപ്പിൽ നല്ല ടൈറ്റാക്കി വെക്കണം, ലൂസായി പോകരുത്. അപ്പോൾ എല്ലാം ഫൈനൽ ആയിട്ടുണ്ട്. ഫൈനൽ നമ്മുടെ സാരി, പ്രാക്ടീസ് സാരിയുടേതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഫൈനൽ ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.